ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുക്കാട്ടുപടി ടൗണിൻ്റെ വളരെ അടുത്തായിട്ട് കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു BMBC റോഡ് ഫ്രണ്ടായിട്ട് വരുന്ന ഒരു 3 വില്ലകളുടെ പ്രൊജക്റ്റിലാണ് വന്നിരിക്കുന്നത്. ഈ വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ടൗണിലേക്കും എടപ്പള്ളിയിലേക്കും രാജേരി ഹോസ്പിറ്റലിലേക്കൊക്കെ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കാക്കനാട് ടൗണിലേക്ക് ഏകദേശം 10 കിലോമീറ്ററും ഇൻഫോ പാർക്ക് അതുപോലെ എടപ്പള്ളി ലുലു മാളിലേക്കെല്ലാം 12 കിലോമീറ്ററും കൂടാതെ രാജേരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ ഡിസ്റ്റൻസുമാണ് വരുന്നത്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ BMBC റോഡിൽ നിന്നിട്ട് നമ്മുടെ ഈ 3 വില്ലകളിലേക്കുള്ള റോഡെന്ന് പറയുന്നത് 5 മീറ്റർ വീതിയിൽ കട്ട വിരിച്ച നല്ല ഒരേ സമയം 2 വണ്ടികൾ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റോഡാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4.5 സെൻറ്റ് സ്ഥലത്തിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി ഒരേ സമയം 2 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വീടാണിത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കൊളോണിയൽ ബോക്സി ടൈപ്പ് എലവേഷനാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ലൂവർ പാനലിങ്ങും LED ലൈറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് കളർ തീമിൽ തന്നെയാണ് വീടിൻ്റെ എലവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പക്ക റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് കളർ തീമിലാണ് പെയിൻറ്റിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. കൂടാതെ ഒരു CNC വർക്ക് വരുന്നുണ്ട്. LED 4-way ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു പെബിൾ ഫെൻസിങ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല 2 ഗേറ്റ് ലൈറ്റുകൾ കാണാൻ കഴിയും. ഏകദേശം ഒരു 16 അടിയോളം വരുന്ന ഒരു ഗേറ്റ് ലൈറ്റ് CNC കട്ടിങ് കൊടുത്തിട്ട് ഭംഗിയായി തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലൊരു 4 അടിയുടെ ഫോൾഡിങ് ഗേറ്റ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മളിതിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം 2 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് കോമ്പൗണ്ടിൽ കിട്ടുന്നുണ്ട്. കോമ്പൗണ്ടുകളെല്ലാം നല്ല രീതിയിൽ ആർട്ടിഫിഷ്യൽ സ്റ്റോണും ഗ്രാസ് എല്ലാം വിരിച്ച് ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ഒരു കോർണറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് വീടിൻ്റെ ചുറ്റിന് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ദർശനം എന്ന് പറയുന്നത് കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. വീടിൻ്റെ ജലസ്രോതസ് എന്ന് പറയുന്നത് ശുദ്ധമായ കിണർ വെള്ളം നമുക്ക് കിട്ടുന്നുണ്ട്. വടക്ക് കിഴക്കേ മൂലയിലാണ് നമുക്ക് കിണർ കിട്ടുന്നത്. കൂടാതെ KWA വാട്ടർ കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ്. ഒരു ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 2 ചെയർ ഇട്ടിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റ് ഔട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു 3 സിംഗിൾ പാളി വിൻഡോ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും വരുന്നുണ്ട്. കൂടാതെ ഒരു സിംഗിൾ പാളി ഡോറാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. മഹാഗണി തടിയിലാണ് തീർത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസിലേക്കാണ്. നല്ല രീതിയിൽ TV യൂണിറ്റ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഒരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് ഈ സൈഡിലും ഒരു 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു L ഷേപ്പ് സെറ്റിയൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8 സീറ്റർ സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം സ്പേഷ്യസ് തോന്നിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ലിവിങ് സ്പേസാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 8 സീറ്റർ ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഒരു നിഷിൻ്റെ വർക്കെല്ലാം സ്റ്റെയറിൻ്റെ താഴ്വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഇൻവേർട്ടറിനുള്ള പോയിൻറ്റുകൾ സ്റ്റോറേജുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് റൂമിൻ്റെ ഒരു മൂലയിലായിട്ട് നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഒരു സെറയുടെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. സെറയുടെ തന്നെ ടാപ്പും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു മിററും അതിനോടനുബന്ധിച്ചിട്ട് ലൈറ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് റൂമിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പാർട്ടീഷൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഒരു ക്രോക്കറി ഷെൽഫിനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എൻട്രൻസിലായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു നാനോ വൈറ്റ് കളറിൽ വരുന്ന ഒരു L ഷേപ്പ് കൗണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്വാളിറ്റിയുള്ള ടാപ്പും അതിനോടനുബന്ധിച്ചിട്ടുള്ള സിങ്കുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വടക്ക് കിഴക്കേ മൂലയിലാണ് കിച്ചൺ വരുന്നത്. നല്ല സ്റ്റോറേജ് സ്പേസിൽ ഒരു ഗ്രേ കളർ തീമിലുള്ള കബോർഡ് വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
കൂടാതെ ഒരു 3 പാളി വിൻഡോയും ഇതിനോടനുബന്ധിച്ച് വരുന്നുണ്ട്. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല ഒരു യൂട്ടിലിറ്റി വർക്ക് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് കൗണ്ടർ ടോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സിങ്കും ക്വാളിറ്റിയുള്ള ഒരു ടാപ്പും അതിനോടനുബന്ധിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡോറ് തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്ന ഒരു സൗകര്യവും ബിൽഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും അത്യാവശ്യം സ്പേസൊക്കെ നമുക്ക് വീടിൻ്റെ ബിഹൈൻഡിലായിട്ടും കിട്ടുന്നുണ്ട്. മെറ്റൽ ചിപ്സാണ് ഇവിടെ എല്ലാം വിരിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കന്നിമൂലയിലാണ് ഈ ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏകദേശം ഒരു 11 അടി നീളവും ഒരു 14 അടി വീതിയുമുള്ളൊരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും ലൈറ്റിങ്ങുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കോർണറിലായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. കൂടാതെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു കബോർഡ് വർക്ക് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 4 പാളിയുള്ള കബോർഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഐവറി കളർ വുഡൻ കളർ തീമിലുള്ള ഒരു കബോർഡ് വർക്കാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിൽ സെറയുടെ വാൾ മൗണ്ട് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ ഡൈവേർട്ടേഴ്സ് വരുന്നുണ്ട്. ഹെൽത്ത് പോസ്റ്റ് വരുന്നുണ്ട്. നല്ല സീലിംഗ് വർക്കെല്ലാം കൊടുത്ത് റെയിൻ ഷവർ എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലാണ് വരുന്നത്. മുന്നേ കണ്ട ബെഡ്റൂം പോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കോർണറിലായിട്ട് ചെറിയൊരു നിഷ് വർക്ക്, ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഒക്കെ പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ഈ കോർണറിലായിട്ട് ഒരു 3 പാളി കബോർഡ് വർക്ക് വരുന്നുണ്ട്. ആദ്യം കണ്ട ബെഡ്റൂമിലെ പോലെ തന്നെ ആ സെയിം കളർ പാറ്റേൺ തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മിററും ഡ്രസ്സിങ് ഏരിയയും അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം ഇവിടെയും കിട്ടുന്നുണ്ട്. സെറയുടെ തന്നെ വാൾ മൗണ്ട് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ ഡൈവേർട്ടേഴ്സ് വരുന്നുണ്ട്. റെയിൻ ഷവർ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഒരു വാഷ് കൗണ്ടർ, പെഡസ്റ്റൽ വാഷ് കൗണ്ടർ വരുന്നുണ്ട്. എല്ലാം ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്വശത്തായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ വാക്ക് വേയിൽ വരുന്നത് ഗ്രാനൈറ്റ് ആണ്. ഒരു പേൾ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് GI ട്യൂബിൽ ഒരു വുഡൻ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ നമുക്കൊരു 3 പാളി വിൻഡോ കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു ഫാൻസി ലൈറ്റുകൾ വരുന്നുണ്ട്. ഒരു ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഒരു ഷാൻഡിയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഈ സ്റ്റെയർ ഹാൻഡ് റെയിലും എല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ സൈഡിലായിട്ടൊരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. കിഴക്ക് വശത്തേക്കായിട്ടൊരു 3 പാളി വിൻഡോയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് LED ലൈറ്റിങ്ങുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ സൈഡിലായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള TV ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തന്നെയാണ് ഈ ബെഡ്റൂമും സ്ഥിതി ചെയ്യുന്നത്. സൈഡുകളിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ 3 പാളി വിൻഡോ വരുന്നുണ്ട്. 2 സിംഗിൾ പാളി വിൻഡോ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസുള്ള കബോർഡ് വർക്ക് വരുന്നുണ്ട്. താഴത്തേൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഗ്രേ കളർ വുഡൻ കളർ പാറ്റേണിലാണ് കബോർഡ് വരുന്ന ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. കൂടാതെ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഒരു ലെങ്തി ടൈപ്പ് ബാത്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം കിട്ടുന്നുണ്ട്. സെറയുടെ വാൾ മൗണ്ട് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ ഡൈവേർട്ടർ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും റെയിൻ ഷവറും വരുന്നുണ്ട്. വാഷ് കൗണ്ടർ വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് വീടിൻ്റെ അവസാനത്തെയും 4ാമത്തെയും ബെഡ്റൂമിലാണ് വരുന്നത്. ഇത് നോർത്ത് വെസ്റ്റ് കോർണർ, വടക്ക് പടിഞ്ഞാറ് കോർണറിലാണ് ഈ ബെഡ്റൂം വരുന്നത്. താഴത്തെ അതേ ബെഡ്റൂമിൻ്റെ സ്ട്രക്ചറിൽ നിൽക്കുന്നുണ്ട് തന്നെ കറക്റ്റ് അതേ വലിപ്പത്തിൽ തന്നെയുള്ള ബെഡ്റൂം കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ നല്ല രീതിയിൽ കബോർഡ് വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രേ കളർ വുഡൻ കളർ പാറ്റേൺ ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു 3 പാളി വിൻഡോ നമുക്ക് കിട്ടുന്നുണ്ട് പടിഞ്ഞാറ് വശത്തായിട്ട്. കൂടാതെ ഈ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ ബാത്റൂം എന്ന് പറയുന്നത് നമ്മൾ കമ്പാരിറ്റീവ്ലി ഇത്തിരി വലിയ ബാത്റൂം തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. താഴത്തെ പോലെ തന്നെ സെറയുടെ വാൾ മൗണ്ട് ഫിറ്റിങ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഡൈവേർട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു സെറയുടെ വാഷ് കൗണ്ടറും നമുക്ക് കാണാൻ കഴിയും.
നമ്മൾ പോകുന്ന ഈ വീടിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ളൊരു ഏരിയയിലേക്കാണ്. ഒരു അപ്പർ ലിവിങ് സ്പേസ് പോലെ തന്നെ ഒരു ഓഫീസ് സ്പേസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഒരു ഡ്രോപ്പ് ഔട്ട് ബാൽക്കണി വരുന്നുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് ഒക്കെ കൊടുത്ത് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ പുറം കാഴ്ചകൾ ആസ്വദിക്കാവുന്നൊരു സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ നമ്മളിവിടുന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് ഒരു യൂട്ടിലിറ്റി ഏരിയ പോലൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ടാപ്പ് പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നിന്ന് യൂട്ടിലിറ്റി ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മുകളിലെ സ്റ്റെയർ കയറി പോകാനുള്ള സൗകര്യമുണ്ട്. കോൺക്രീറ്റിൻ്റെ സ്റ്റെയറും ഡൂം വർക്കെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബാൽക്കണി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസും ഒരു സ്റ്റീലിൻ്റെ ടോപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. മേളിലായിട്ട് ലൂവർ വർക്ക് കൊടുത്തിട്ടുണ്ട്. LED സിലിണ്ടർ ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ഒരു ബോക്സി ടൈപ്പ് ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പൂക്കാട്ടുപടി ടൗണിൽ നിന്നിട്ടും അതുപോലെ രാജേരി ഹോസ്പിറ്റലിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നുമെല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അതിവിശാലമായ റോഡ് സൗകര്യമുള്ള നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 4.5 സെൻറ്റ് സ്ഥലത്തിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ ഓഫീസ് റൂം സൗകര്യത്തോടു കൂടിയുള്ള ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 93 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കുകളിൽ നിന്നും ലോൺ സൗകര്യവുമുണ്ട്. കൂടാതെ ഈ വീട് കാണുന്നതിനോ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യുന്നതിനോ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.